എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്വാമി വിജയകുമാർ നാരായണൻ. വളരെ സംക്ഷിപ്തമായി VKL എന്നാണ് അറിയപ്പെടാൻ ആഗ്രഹം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി അക്വാപോണിക്സ് മേഖലയിലാണ്. പലരും സന്തോഷത്തോടെ ഫാദർ ഓഫ് ഇന്ത്യൻ അക്വാപോണിക്സ് വിളിക്കാറുണ്ട്. 12 വർഷത്തെ കഥകൾ ഞാനൊരു 15 മിനിറ്റിൽ പറയാം. അപ്പം അതിൽ ഗൗരവയുടെ കാര്യം വളരെ പ്രസക്തിയുള്ളതാണ്. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നന്ദിയോടെ, അതാണ് എൻ്റെ സ്ഥലം. ആ നന്ദിയോടെ വന്നവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈകൊണ്ടു. ടീച്ചർ, നമ്മുടെ ടീച്ചർ എൻ്റെ ഒരു ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഇവിടെ അക്വാപോണിക്സ് വളരെ യാദൃച്ഛികമായി അക്വാപോണിക്സ് കിട്ടിയത് വീട്ടിൻ്റെ പുറകെ ഒരു മാവുണ്ടായിരുന്നു. ആ മാവ് കടപഴകി വീണ് വലിയൊരു കുഴി കിട്ടി. ആ കുഴി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുട്ടികളോട് ചോദിച്ചപ്പോൾ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാണ്. അങ്ങനെയാണ് അക്വാപോണിക്സ് തുടങ്ങുന്നത്. അതൊരു ചരിത്രമായി മാറി. 1.5 ലക്ഷം രൂപ കൊണ്ട് ആദ്യമായി കൊമേഴ്ഷ്യൽ അക്വാപോണിക്സ് ഇന്ത്യയിൽ തുടങ്ങി. അത് വലിയ ഒരു സക്സസ് ആയിരുന്നു. ജനം ഏറ്റെടുത്തു. സിനിമ നടൻ ശ്രീനിവാസന്റെ ഒരു പ്രവേശനത്തോടെ ഇത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി. ഇന്ന് 1.5 ലക്ഷം രൂപയിൽ തുടങ്ങിയ അക്വാപോണിക്സ് ഇന്ന് എത്തി നിൽക്കുന്നത് 10 കോടി ഇൻവെസ്റ്റ്മെന്റിലാണ് പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്രാസിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഖത്തറിൽ നടക്കുന്നുണ്ട്, ഒമാനിൽ നടക്കുന്നുണ്ട്, കോയമ്പത്തൂര് ഒരു വലിയ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ ഗോയിങ് ഓൺ. പക്ഷേ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും തെറ്റുകളും ആണ് കേരള ജനത ഏറ്റെടുത്തത്. കാരണം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് അത് മാത്രമേ അറിയുള്ളൂ. അതിനുശേഷം ഞാൻ നിശബ്ദനായി പോയി. 2012, 13, 14 കാലഘട്ടങ്ങളിൽ ഇന്റർനെറ്റിൽ നിന്ന് പഠിച്ച വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറെ ക്ലാസ്സുകൾ എടുത്തു. ഫിഷറീസുകാർ വന്നു, അത് കോപ്പി ചെയ്തു. പക്ഷെ അതിനുശേഷം വന്ന മാറ്റങ്ങളൊന്നും പാവങ്ങൾക്ക് അറിയാതെയായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് കേരളത്തിന്റെ സിറ്റുവേഷൻ അക്വാപോണിക്സ് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഒന്നും പറയാൻ കഴിയുന്നില്ല. അക്വാപോണിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സംയോജിത അക്വാപോണിക്സ് വ്യവസ്ഥകളാണ്. ശരിക്കും 3 കൃഷിശാസ്ത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് 11,000 വർഷം പഴക്കമുള്ള പ്രകൃതി കൃഷി, നാച്ചുറൽ ഫാമിങ്ങും 5,000 വർഷം പഴക്കമുള്ള അക്വാകൾച്ചർ കൃഷി രീതിയും 100 വർഷം പഴക്കമുള്ള ഹൈഡ്രോപോണിക്സ്. ഈ 3 ശാസ്ത്ര സത്യങ്ങളെ ഇന്റഗ്രേഷൻ പ്രോപ്പറായി ചെയ്യുമ്പോഴാണ് സംയോജിത അക്വാപോണിക്സ് വ്യവസ്ഥകൾ ഉണ്ടാകുന്നത്. ഇന്റഗ്രേറ്റഡ് അക്വാപോണിക്സ് സിസ്റ്റം എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പൊ ഇതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് മീന് മാത്രമല്ല, മീനിന്റെ വേസ്റ്റിൽ നിന്ന് വളമായി ബാക്ടീരിയയുടെ സഹായത്തോടെ നമുക്ക് കിട്ടുന്നത് പച്ചക്കറികളും പഴങ്ങളുമാണ്. നാച്ചുറൽ ഫാമിങ്ങിലൂടെ ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഉത്പാദിപ്പിക്കാം. അത് ഇലക്കറികൾ മാത്രമല്ല, അക്വാപോണിക്സ് എല്ലാതരം പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ കഴിയും. ഈവൻ ട്യൂബേഴ്സ് ഉത്പാദിപ്പിക്കാൻ കഴിയും. എല്ലാതരം പഴവർഗ്ഗങ്ങളും നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും. മീനിന്റെ വേസ്റ്റ് ആണ് ഇവിടുത്തെ വിജയം. വേസ്റ്റ് ഈസ് വെൽത്ത് ഹിയർ. അതുകൊണ്ട് കോടാനുകോടി രൂപകൾ നമുക്ക് 1-2 ഏക്കറുകളിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അത് പ്രചരിപ്പിക്കുകയാണ് എന്റെ ജോലി. ആരോഗ്യം, ആഗോളതാപനം, അതിനൊരു മറുമരുന്നാണ് സൈക്ലിംഗ് പോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം. ഓർഗാനിക് ഫാമിംഗ് ജോലി ചെയ്യുമ്പോൾ ജോബിയുടെ എൻ്റെ ബന്ധം ഒരു 35 വർഷത്തെ ബന്ധമാണ്. ഞങ്ങൾ ആർമിയിൽ കൂട്ടുകാരാണ്. ആർമി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ജോബിയിലെയും. അപ്പൊ ചുരുക്കത്തില് എന്താണ് ഇന്റഗ്രേറ്റഡ് അക്വാപോണിക്സ് സിസ്റ്റം? വളരെ കുറഞ്ഞ സാമഗ്രികളുണ്ട്, വെരി ഫ്യൂ റിസോഴ്സസ്, കൂടുതൽ ഭക്ഷ്യോൽപാദനം. ഇതാണ് IAS, ഇന്റഗ്രേറ്റഡ് അക്വാപോണിക്സ് സിസ്റ്റത്തിന്റെ പർപ്പസ്. ഈ അക്വാപോണിക്സ് സിസ്റ്റം കൊണ്ട് ഗൗരവമിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗൗരവമിക്ക് മത്സരത്തിലുള്ള അല്ലെങ്കിൽ ഇൻ കോമ്പറ്റീഷൻ, ദ ഫിഷസ് ഇൻ കോമ്പറ്റീഷൻ വിത്ത് ഗൗരവമി ആദ്യം നൈൽ തിലേപ്പിയ. നൈൽ തിലേപ്പിയ ഗിഫ്റ്റ് പ്രൊമോട്ട് ചെയ്ത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ നല്ല വിത്ത് ഇനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് ഗിഫ്റ്റ് തിലേപ്പിയ തന്നെയാണ് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തത് അനബാസ് കോബോജിയസ്, ടെസ്റ്റിഡിയസ് അല്ല, അനബാസ് കോബോജിയസ്. വളരെ വലിയ വിഷയമാണ് അനബാസ് കോബോജിയസ്. പക്ഷെ പ്രശ്നം നല്ല വിത്ത് ഇനങ്ങൾ കിട്ടാനില്ല. ബംഗ്ലാദേശിൽ നിന്ന് വരണം, കൽക്കട്ട വഴി സ്മഗിൾ ചെയ്തിട്ട് വിത്ത്. ഇപ്പൊ കിട്ടുന്ന വിത്തുകളെല്ലാം വൈറസ്, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും പാരസിറ്റിക് ഇൻഫെക്ഷനും വരുന്നുണ്ട്.
വലിപ്പം ഒരു 50 ഗ്രാം ആകുമ്പോഴേക്കും മത്സ്യം മൊത്തം ചത്തുടങ്ങും അനബാസിന്റെ. അപ്പൊ അനബാസ് ഉപേക്ഷിക്കേണ്ടി വന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ. 1-2 ഫാർമേഴ്സിന് കൃഷിക്കാർക്ക് അനബാസ് മൊത്തം കൊളോസൽ ഫെയിലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് എംപേഡ വന്നു. എംപേഡയുടെ സഹായത്തോടെ ഏഷ്യൻ സീ ബാസ് കാളാഞ്ചി വലിയൊരു പൊട്ടൻഷ്യൽ ഫിഷായിട്ട് വന്നു. 12 വർഷത്തെ കഥ അറിയാവുന്നില്ല. അപ്പൊ കാളാഞ്ചിയിലെ പരീക്ഷണം വളരെ വിജയമായിരുന്നു. പക്ഷെ ആരും വാങ്ങിക്കുന്നില്ല. കാളാഞ്ചിയുടെ വില ഈ പറഞ്ഞ പോലെ 550-600 രൂപയാണ് കിലോയില്. ആര് വാങ്ങിക്കും? എല്ലാവരും ഈ ചാളയും അയിലയും വാങ്ങി കഴിക്കുന്ന പാലക്കാട്ട് ജനങ്ങൾക്ക് കാളാഞ്ചി തീരെ വേണ്ട എന്നായി. എന്ത് ചെയ്യും കാളാഞ്ചിയെ? അത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂര് ആണ് കാളാഞ്ചിയുടെ ഒരു വലിയ ഒരു വ്യവസായ മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അവിടെ കാളാഞ്ചി ക്രിസ്മസ് ഓണം സമയങ്ങളിലൊക്കെ 800 രൂപ 1000 രൂപ 1200 രൂപയ്ക്കൊക്കെ പോകുന്നതാണ് കേട്ടത്. അപ്പൊ പിന്നെ നഴ്സറി തുടങ്ങി. കാളാഞ്ചി നഴ്സറി എന്ന് പറഞ്ഞാൽ 4 ഗ്രാം സൈസ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചറിൽ കൊണ്ടുവന്ന് 50 ഗ്രാം 60 ഗ്രാം ആക്കിയിട്ട് കർഷകർക്ക് കൊടുക്കുക. അത് നല്ലൊരു പരിപാടിയാണ്. നല്ലൊരു ഇൻകം ജനറേറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നഴ്സറി കാളാഞ്ചി. അത് കുറെ കാലം ചെയ്തു. എന്നിട്ടും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം പണമുള്ളതിന് മാത്രമുള്ളൊരു മീനാണ് കാളാഞ്ചി. ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതും ഡ്രോപ്പ് ചെയ്തു. കുറേ കാർപ്പ് ഇനങ്ങൾ പരീക്ഷിച്ചു നോക്കി. നന്ദിയോട് അക്വാപോണിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററാണ്. അപ്പൊ അതിന് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദ വീനസ് പ്രൊജക്ട്, അമേരിക്കയുടെ ഒരു ഏജൻസിയാണ്. ഫ്ലോറിഡയിലാണ് അവരുടെ ബേസ്. അവരുടെ ധനസഹായത്തോടെ അത് ഇപ്പോഴും എന്റെ റിസർച്ച് മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് കാർപ്പിനങ്ങൾ പരീക്ഷിച്ചു. കാർപ്പിനങ്ങളുടെ ഒട്ടുമിക്ക കാർപ്പുകളും സക്സസ്ഫുൾ ആണ്. ഗ്രാസ് കാർപ്പ് ആണെങ്കിലും സൈബർനെസ് ആണെങ്കിലും ലോഹു കട്ല മൃഗാൽ കാർപ്പാണെങ്കിലും സിൽവർ കാർപ്പ് എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഏറ്റവും അവസാനം ജോബിയെ പരിചയപ്പെട്ട ഒരു 1.5 വർഷം മുമ്പാണ് ജോബിയുടെ കയ്യിൽ നിന്ന് 2 ബ്ലാക്ക് ജൈന്റ് ഗൗരാമിയും 10 പിങ്ക് ഗൗരാമിയുടെ ട്രയൽ തുടങ്ങിയത്. 1.5 വർഷമായിരുന്നു. വമ്പിച്ച വിജയമാണ്. അനന്ത സാധ്യതകളാണ് ഗൗരാമിക്ക് അക്വാപോണിക്സിലുള്ളത്, എസ്പെഷ്യലി ഇന്റഗ്രേറ്റഡ് അക്വാപോണിക്സ് സിസ്റ്റത്തിലുള്ളത്. കാരണം ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് സ്വന്തം അവനവന് ആവശ്യമുള്ള ഭക്ഷണം ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. മീൻ മാത്രം പോരല്ലോ, പച്ചക്കറികളും വേണ്ടേ, ഇലക്കറികൾ വേണ്ടേ, പഴങ്ങൾ വേണ്ടേ. അപ്പൊ സ്വന്തം ഭക്ഷ്യോത്പാദനം ഉത്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, കാരണം 40 വർഷം അത് പച്ചക്കറികൾക്ക് വളം കൊടുത്തുകൊണ്ടേയിരിക്കും. ജൈന്റ് ഗൗരാമി 2 കിലോയാണ്. ഒരു 10-40 വർഷം പച്ചക്കറികൾക്കുള്ള വളം കൊടുത്തുകൊണ്ടേയിരിക്കും. നമുക്ക് പച്ചക്കറികൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി വളർത്തിയെടുക്കാനായിട്ട്. കാരണം 95% ഇപ്പൊ 1.5 കിലോ തീറ്റ കൊടുത്താലാണ് ഒരു മത്സ്യം 1 കിലോ നമുക്ക് കിട്ടുന്നത്. അത് ഏത് മീനാണെങ്കിലും ഏകദേശം അല്ല ടീച്ചറെ. 1.5 കിലോ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ മീൻ കിട്ടും. വരാലിനോ 1 കിലോ 200 ഗ്രാം തീറ്റ കൊടുത്താൽ മതി 1 കിലോ മീൻ കിട്ടാൻ. അപ്പൊ 1.5 കിലോ തീറ്റ കൊടുത്ത് 1 കിലോ മീൻ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന 1/2 കിലോ വേസ്റ്റ് കൊണ്ട് 8 മുതൽ 10 വരെ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ കഴിയും. ഇതാണ് ശാസ്ത്ര സത്യം. അപ്പൊ 8 മുതൽ 10 കിലോ പച്ചക്കറികൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 1 കിലോ മീൻ കിട്ടി, 10 കിലോ പച്ചക്കറി കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കൂ. ഇതാണ് ഇതിന്റെ എക്കണോമിക്സ്. ഏത് മീനാണെങ്കിലും അതില് നമ്മൾ ഗൗരവനെ ഉൾപ്പെടുത്തി അതിനെ കൊല്ലുന്നില്ല. കീപ് ഇറ്റ് ആസ് എൻ ഓർണമെന്റൽ ഫിഷ് ആൻഡ് കീപ് ഇറ്റ് ദെയർ. ബ്രീഡിംഗ് നടന്നുകൊണ്ടിരിക്കും. അക്വാപോണിക്സിൽ നമുക്ക് മറ്റുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ ഉത്പാദിപ്പിക്കാൻ കഴിയും. ഇത് സ്വന്തം ആവശ്യത്തിനുള്ള ഭക്ഷ്യോത്പാദനം ചെയ്യുന്നവർക്കാണ് അത്. 2 ബാക്ക്യാർഡ് അക്വാപോണിക്സ്. ബാക്ക്യാർഡ് അക്വാപോണിക്സ് എന്ന് പറയുമ്പോൾ 2 മുതൽ 10 കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 കിലോ മീനും 10 കിലോ പച്ചക്കറിയും ഒരാഴ്ച കിട്ടിയാൽ ഒരു കുടുംബത്തിന് മതി. 2 കിലോ മീനും 10 കിലോ പച്ചക്കറിയും ഒരു കുടുംബത്തിന് കൊടുക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ 10 കുടുംബങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങണം. 10 കുടുംബങ്ങൾക്ക് എല്ലാ ആഴ്ചയും 2 കിലോ മീൻ കൊടുക്കുക, 10 കിലോ പച്ചക്കറി കൊടുക്കുക. അതൊരു തുടക്കമാകും ബാക്ക്യാർഡ് അക്വാപോണിക്സ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ വരുന്നത് ഏക്കറേജ് ഫാമിംഗ് ആണ്. ഏരിയ വലിയ കൂടുതലുള്ളവർക്ക് ഏക്കറേജ് ഫാമിങ്ങിൽ 1 ഏക്കറിൽ നിന്ന് 200 മുതൽ 250 കുടുംബങ്ങളെ ഫീഡ് ചെയ്യാൻ പറ്റും. 2 കിലോ മീനും 10 കിലോ പച്ചക്കറിയും. അപ്പൊ 1 ഏക്കർ സ്വന്തമായിട്ടുള്ളവർക്ക് നമുക്ക് സുഖസുന്ദരമായിട്ട് 200 കുടുംബങ്ങളെ നമുക്ക് ഫീഡ് ചെയ്യാൻ കഴിയും. മീന്
കൊടുക്കുക. ഏത് മീനാണെങ്കിലും, എസ്പെഷ്യലി ചൈനീസ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്ലൈസ് ചെയ്ത് അവർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള 200-250 കുടുംബത്തിന് ആവശ്യമുള്ള പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളെല്ലാം വന്നു വരുന്നത്. അത് നമുക്കൊരു പ്ലാൻ ചെയ്ത് അതാണ് ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് അഗ്രികൾച്ചർ CSA മോഡൽ, അതിൽ ട്രയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു 30 കുടുംബങ്ങൾക്ക് ആവശ്യമായ മീനും പച്ചക്കറികളും ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഗൗരാമിയുടെ സാധ്യതകൾ അനന്തമാണ്. കാരണം ഒരു തീറ്റയ്ക്കുള്ള ചെലവില്ല, എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ എയറേഷൻ മതിയാവും. ഹൈഡ്രജൻ സൾഫൈഡും പോയിസണസ് ഗ്യാസസ് അടിയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. ഇപ്പൊ സാറ് സൂചിപ്പിക്കുമ്പോൾ ധോണി സാർ പറഞ്ഞ പോലെ 5 അടിയിൽ കൂടുതൽ താഴ്ചയുണ്ടെങ്കിൽ മീനുകൾ ചത്തുപോകുന്നത് കാരണം എന്താണ്? അടിയിൽ എനോറബിക് സോൺ വരുന്നു. അനോറബിക് സോൺ വരുമ്പോൾ ആവശ്യമില്ലാത്ത ബാക്ടീരിയകളൊന്നും നിറയുന്നു. അവരുടെ കാഷ്ടവും മൂത്രവും ഹൈഡ്രജൻ സൾഫൈഡും പോയിസണസ് ഗ്യാസ് ആണ് അടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മീൻ ചത്തുപോകുന്നത്. ഒന്നും സംഭവിക്കാത്തത് എനിക്ക് തോന്നിയത് പ്രധാന കാരണം അതാണ്. അടിഭാഗം ക്രിസ്റ്റൽ ക്ലിയർ, ബോട്ടം ക്ലീൻ ആയിരിക്കണം. അതിനാരോ സൂചിപ്പിച്ച പോലുള്ളൊരു അരുൺ പറഞ്ഞ പോലെ സൈപ്പർനെസ് മീന്, ബോട്ടം ഫീഡേഴ്സ് വേസ്റ്റിനെയൊക്കെ ഇളക്കി മറിച്ച് അതിന് ഭക്ഷണമാക്കി, അങ്ങനെ നമ്മൾ ബോട്ടം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജയന്റ് ഗൗരവം വരത്തില്ല. അത് ഉറപ്പ്. എഡിബിൾ ഫിഷായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് നമുക്ക് അനന്ത സാധ്യതകൾ തുറന്നു വരുന്നത്. അപ്പൊ അതിന് 600 ഗ്രാമാകുമ്പോൾ നമ്മൾ പിടിക്കാൻ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി പിടിച്ചുകൊണ്ടിരിക്കണം. ബൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാനും പാടില്ല. നമ്മുടെ സിസ്റ്റത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് കൊടുത്തുകൊണ്ടിരിക്കും വേണം. അപ്പൊ നമ്മൾ തീരുമാനിക്കണം എല്ലാ ആഴ്ചയും 10 കിലോ. അപ്പൊ 10 കിലോ എത്ര പേർക്ക് വേണ്ടി വരും? അസസ് ചെയ്തതിനു ശേഷം ഒരു കമ്മ്യൂണിറ്റി ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരന്തരമായി നമുക്ക് ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കാം. എങ്ങനെ വേറൊന്ന് ഞാനിപ്പം പരീക്ഷിച്ചിരിക്കുന്നത് ചായമാൻസിയാണ്. ചായമാൻസ അറിയാത്തവരുടെ ഇതിനു വേണ്ടി പറയാണ്. ചായമാൻസയാണ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓർ ദ ബിഗസ്റ്റ് പ്രോട്ടീൻ റിച്ച് വെജിറ്റബിൾ ഗ്രീൻസ്. ചായമാൻസ അതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. ചായമാൻസ ഒരു വേലിയിൽ നമുക്ക് വളർത്താൻ പറ്റും. ഒരു ബൗണ്ടറി ഞാൻ ഗവൺമെന്റ് പറയായിരുന്നു, ബൗണ്ടറി വാൾ മൊത്തം ചായമാൻസയാക്കുക. അപ്പം ആവശ്യമുള്ള മീനിനുള്ള തീറ്റയായി, ആവശ്യക്കാർക്കുള്ള തീറ്റയായി. മുരിങ്ങയിലയും അതുപോലെ തന്നെ. മുരിങ്ങയില നല്ലൊരു ഫീഡാണ്, അയൺ റിച്ച് ആണ്. ചായമാൻസ ദ ബെസ്റ്റ്. മൾബറി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൾബറി വി വാണ്ട് ടു സ്റ്റാർട്ട്. മൾബറി അതുപോലെ തന്നെയാണ്. അപ്പം കൊളക്കേഷ്യ ചേമ്പിന്റെ മാത്രമാണെന്നില്ലല്ലോ. പ്രത്യേകിച്ച് അസോള വളർത്തിയെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരുപാട് കാലം ചെയ്തതാണ്, ഒരുപാട് വർഷം ചെയ്തതാണ്. അല്ല മേഡം ക്ലാസ്സിൽ വന്നപ്പോ കണ്ടതൊന്നുമല്ല. നമ്മുടെ മുക്കാലിന്റെ ചരലല്ല ഉപയോഗിക്കേണ്ടത്. സാൻഡ്, കോട്സ് സിലിക്ക സാൻഡ് ഉണ്ട്. അതായത് 250 മൈക്രോൺ മുതൽ 2000 മൈക്രോൺ വരെയാണ് ഈ സാൻഡിന്റെ സൈസ്. അതായത് നമ്മൾ ബീച്ചിൽ പോയിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രം താഴോട്ട് പോകും. പക്ഷെ നമ്മള് കുട്ടികളുമായിട്ട് നമ്മട്ട് ബീച്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോവില്ല ഒരു കാരണവശാലും. ആ സെയിം തിയറിയാണ്, അനലജിയാണ് ഇവിടെ. സാൻഡിന്റെ മുകളിൽ തന്നെ കിടക്കും ഇതിന് മീനിന്റെ വേസ്റ്റ്. ഒരു കാരണവശാലും താഴെ പോകുന്നില്ല. അതുകൊണ്ട് അവിടെ ബെനിഫിഷ്യൽ മൈക്രോബ്സ് അതിനെ കംപ്ലീറ്റ് മഞ്ച് ചെയ്തെടുക്കും. അപ്പൊ നമ്മൾ ഓരോ സൈക്കിളിലും ഈ ബെനിഫിഷ്യൽ മൈക്രോബ്സിന് ഫീഡ് ചെയ്യാണ് നമ്മുടെ മീനിന്റെ എഫ്ലുവന്റ് എക്സ്ക്രീറ്റമായിട്ട് ചെയ്യുന്നത്. അപ്പൊ മൈക്രോബ്സ് ആണ് പ്ലാന്റ്സിന് ഫീഡ് ചെയ്യുന്നത്. ഒരു കാരണവശാലും മീനിന്റെ വെള്ളത്തിലുള്ള പോഷകമല്ല ചെടികൾ പോകുന്നത്. മീനിന്റെ വിസർജനത്തിലുള്ള പോഷകത്തെ ഭക്ഷിച്ച് ജീവാണുക്കള് ചെടികൾക്ക് ആവശ്യമുള്ള പോഷകമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് അക്വാപോണിക് സിസ്റ്റത്തിൽ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഈ മൈക്രോ ന്യൂട്രിയന്റ് വേസ്റ്റ് നമുക്ക് 1-2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അപ്രത്യക്ഷമായി പോകുന്നത് കാണാം. ഈ മൈക്രോബ്സ് അതിനെ മൊത്തം ചെടികളിലോട്ട് വലിച്ചെടുക്കും. ടാങ്ക് ഫ്ലാറ്റ് ടാങ്ക് ഒന്നും അല്ല, നമ്മുടെ എല്ലാ ടെക്നോളജിയാണ്, സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ബോട്ടം കോണിക്കൽ വി ഷേപ്പ് ആണ് നമ്മുടെ ടാങ്കുകൾ. അപ്പൊ ഒരു വേസ്റ്റ് പോലും സെൽഫ് ക്ലീനിങ് സിസ്റ്റം ആണ്. അപ്പൊ ഓരോ ദിവസത്തെ വേസ്റ്റും അവിടുന്ന് എടുത്തുകൊണ്ടേയിരിക്കും. മീനെല്ലാം ഹാപ്പിയാവും. There is no ammonia fluctuation, there is no nitrate fluctuation, there is no nitrates will be there, not nitrate. അതുകൊണ്ട് മീൻ ഹാപ്പിയാവും. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്റൻസീവ് തിലേപ്പിയ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഗൗരാമിയെ ചെയ്യാൻ കഴിയും എന്നുള്ളത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തിലേപ്പിയ എല്ലാവരും മീന് നമുക്ക് കിട്ടും. ഒന്ന്, തിലേപ്പിയാണ് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള അക്വാപോണിക്സിന്റെ മീന്. അത് മാറി കിട്ടിയാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിന് നമുക്ക് ജോബിയുടെ ഈ ഇനിഷ്യേറ്റീവ് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഫാർമേഴ്സ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ റിസൾട്ട്, ഇതിന്റെ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ്. അപ്പം ഇതൊരു വലിയ ഒരു വിജയമാവുമെന്നാണ് മനസ്സ് പറയുന്നത്. ജോബിക്കും അതുപോലെ തന്നെ ജൈവിക വളർത്തുന്ന എല്ലാ കർഷകർക്കും ഒരുപാട് ആശംസകൾ. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.